നിങ്ങൾ എന്റെ പ്രതിമകൾ ദൂരെ നിന്ന് കണ്ടാ മതി. അഥവാ എന്റെ പ്രതിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നല്ല ദേഷ്യം വരും. മനസ്സിലായോ? അത് നീ പേടിക്കണ്ട കിറ്റി, പ്രതിമകൾക്കൊന്നും പറ്റില്ല. എല്ലാരും വാ, നമുക്ക് പുറകിലോട്ട് മാറാം. പുറകിലോട്ട് മാറ്. ഐ എം സോറി സോർദാർ, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എനിക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെയും വീട്ടിൽ പോണം. എന്നിട്ട് അവര് കോമ്പറ്റീഷൻ ഉണ്ടാക്കിയത് എന്താന്ന് എനിക്ക് കാണണം. മണ്ണി, നീ ഈ പ്രതിമകളെല്ലാം ഇതുപോലെ തന്നെ സൂക്ഷിച്ചോണം. സൂക്ഷിക്കില്ലേ? ഓക്കേ കിറ്റി. ബൈ കൂട്ടുകാരെ. ബൈ കിറ്റി. ഈ വൃത്തികെട്ട കല്ല് കാരണം ഞാൻ കിറ്റിയുടെ മുമ്പിൽ നാണം കെട്ട് പോയത്. ഈ കല്ല് ആദ്യം ഇവിടുന്ന് എടുത്ത് മാറ്റേണ്ടത്. അയ്യോ, നീ എന്താ ഈ കാണിച്ചത്? ഇനി ഞാൻ കിറ്റിയോട് എന്ത് ഉത്തരം പറയും? കൊച്ചലിയ, പ്രതിമയെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിനിടയിലേ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ മതി കിറ്റിയോട്. മിണ്ടി പോകരുത് കേട്ടോ. നോക്ക്, നമുക്ക് ഈ പ്രതിമ എത്രയും വേഗം തന്നെ ശരിയാക്കണം. ഈ പ്രതിമ ഇപ്പൊ ശരിക്കും ഖന്ന സാറിന്റെ കവിത പോലെ ഉണ്ട്. പരസ്പര ബന്ധമേ ഇല്ല. ഇനിയിപ്പോ ഖന്ന സാറ് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാലേ വോളിബോൾ ആണെന്നേ തോന്നുള്ളൂ. എന്ത് ചെയ്യും? നമ്മളിനി എന്ത് ചെയ്യും? ബണ്ണി, പ്രതിമ എന്തിനാ മൂടിയിട്ടിരിക്കുന്നേ? അത് പിന്നെ മോഷണം. ഈയിടെയായിട്ട് നാട്ടിൽ ഭയങ്കര മോഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാ പ്രതിമയെ ഇങ്ങനെ ഞങ്ങള് മൂടിയിട്ടേക്കുന്നേ. ഓ, താങ്ക് യു. നിങ്ങൾ ഈ പ്രതിമകളെ എത്ര നന്നായിട്ടാ നോക്കുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പ്രതിമകളൊക്കെ പൊട്ടിച്ചേനെ. അതെന്താ കാര്യം എന്നറിയോ? ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ഇതുപോലെ പ്രതിമകളെ സൂക്ഷിക്കണേ. ഞാനിതെല്ലാം ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയതാ. ആഗ്രഹിച്ചാണ് ഉണ്ടാക്കിയത്? അപ്പൊ കളിമണ്ണ് കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്? അയ്യോ, രക്ഷപ്പെട്ടു. പ്രതിമ പുറത്തു വെച്ചാ ആര് കണ്ടാലും പറയും ഇത് പൊട്ടിപ്പോയതാണെന്ന്. ഇത് വീടിന്റെ പുറകിൽ ഒളിപ്പിക്കാം. എന്നിട്ട് ഇതുപോലെ വേറൊരു പ്രതിമ ഉണ്ടാക്കാം. അതൊരു നല്ല ഐഡിയ ആണ്. സംശയമുണ്ടോ? എങ്കിൽ വേഗം വാ, നമുക്ക് ഉടൻ തന്നെ തുടങ്ങാം. ദാ ഈ മണ്ണുണ്ടാ ഉണ്ടാക്കേണ്ടത്. ഞാനാണെങ്കി പെട്ടെന്ന് ഉണ്ടാക്കിയേനെ. അത് ശരി, എന്നാ ഒന്ന് ഉണ്ടാക്കിയേ. ഉണ്ടാക്കാന്നേ പറഞ്ഞല്ലോ, എന്തുണ്ടാക്കും ഞാൻ പറഞ്ഞില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. നിന്റെ ഈ മണ്ടത്തരം കൊണ്ട് ശരിക്കും തോറ്റുപോയി ഹണി. നശിപ്പിച്ചു. ആ കാട്ടുകളനെ ഹണിയും പണിയും എനിക്ക് മുമ്പായിട്ട് തന്നെ കിറ്റിയെ ക്രിസ്മസ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അവൾക്ക് വേണ്ടിട്ട് ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിരുന്നതാ. ഇനിയിപ്പോ അവള് വരുമ്പോഴേക്കും അത് പായസം പോലെ ആവുമല്ലോ. എടാ നിന്നെയൊക്കെ. അയ്യോ, സോറി 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 പറയടാ, അല്ലെങ്കിൽ അടിച്ച് ഞാൻ കരട കുറ്റി പൊട്ടിക്കും. ഞാൻ കഴിക്കാറുണ്ട് വേസ്റ്റ്. എന്റെ പേരാണ് വേസ്റ്റ് സുരേഷ്. ഞങ്ങൾ ക്രിസ്മസ് ഹോളിഡേ ആഘോഷിക്കാൻ പോകുന്ന വഴിയാ. അഡ്രസ് എഴുതിയ പേപ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേപ്പറില ഞാൻ സമോസ കഴിച്ചത്. ചേട്ടാ, ഞങ്ങൾ വില്ലായി പോയി അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ദുർഗന്ധത്തിന്റെ സ്പ്രേ അടിക്കും, വേസ്റ്റ് കൊണ്ട് തോരണങ്ങൾ തൂക്കും, കലയ്ക്കും മറിക്കും ഞങ്ങൾ. അഡ്രസ് അറിയാമെങ്കിൽ താങ്കൾക്ക് നന്ദി, അറിയില്ല എങ്കിലും നിങ്ങൾക്ക് തന്നെ നന്ദി. പോവാടാ. ഹണിയും പണിയോട് പ്രതികാരം ചെയ്യാൻ ഇതിനേക്കാൾ ഒരു നല്ല സന്ദർഭം കിട്ടുകയില്ല. അതെ, നിങ്ങളുടെ ഹോളിഡേ വില്ലയുടെ അഡ്രസ് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ നന്ദിയുണ്ട്. താങ്ക് യു പറ. എന്നിട്ട് നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. നമ്മൾ ഹോളിഡേ വില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് ജിങ്കാലാല. കുറച്ച് വീതി കൂട്ടെ, കുറച്ച് നീളം കൂട്ടെ, അല്പം വലുതായിക്കോട്ടെ. അയ്യോ, നീളം കുറഞ്ഞു പോയെന്നേ. കുറച്ച് ചക് ചക് ചക്. ചടപട ചടപട. നീ ഈ ചടപട ചടപട കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അയ്യോ, ഞാൻ പറഞ്ഞതേ ചടപടാന്ന് ജോലി തീർക്കാനാ.
ആ ഇപ്പൊ ഏകദേശം സംഭവം സെയിം ആയല്ലോ. ഇതാ നോക്കിയേ. എടാ കഴുതേ, ഇത് ആൽബത്തിന്റെ കവറാണ്. കന്നാ സാറിന്റെ ഫോട്ടോ ഇല്ലേ, അത് വേഗം പോയിരുന്നുണ്ടോ? എന്റെ പിള്ളേരെ, റേഷൻ കടയിലെ സ്റ്റോക്ക് തീരാറായി. അരി വേഗം പോയി വാങ്ങിക്ക്. കിറ്റി ഉണ്ടാക്കിയ പ്രതിമയില്ലേ, അത് എന്നെയും കൂടെ ഒന്ന് കാണിക്ക്. അടികൈ ഹണി, പ്രതിമ സൈഡിലേക്ക് കൊണ്ടുപോ, എന്നിട്ട് ഒളിപ്പിച്ചോ. എടാ മഞ്ഞ പെയിന്റ് അടിച്ച പിശാചെ, ഖന്നാ സാറിന്റെ പ്രതിമ എടാ ഒളിപ്പിക്ക. എനിക്ക് ഇപ്പൊ തന്നെ ആ പ്രതിമ കണ്ടേ പറ്റൂ. ഇപ്പോഴാ ഓർമ്മ വന്നത്. കിറ്റി അവളുടെ പ്രതിമ അവളുടെ കൂടെ കൊണ്ടുപോയായിരുന്നു. ഞാൻ അതങ്ങ് മറന്നുപോയി. എന്റെ പിള്ളേരെ, ഈ ശബ്ദം എവിടുന്നാണ്? അത് പിന്നെ എന്റെ തലയ്ക്കകത്തുനിന്നുള്ള ശബ്ദമായിരുന്നു. ഇന്നലെ എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു, അതുകൊണ്ട് വെള്ളം ഞാൻ കുപ്പി അടക്കം അങ്ങ് വിഴുങ്ങി. ഇപ്പതാ ഇങ്ങനെ കാണിക്കുമ്പോഴേ കുടുകുടു എന്നുള്ള ശബ്ദം കേൾക്കുക. കുടുകുടു വണ്ടി, കുടുവണ്ടി, കുടുകുടു വണ്ടി, കുടുവണ്ടി. അയ്യോ കാല്. അത് കാലല്ല, ഹോക്കി സ്റ്റിക്ക്. ഈയിടെയായിട്ട് മാർക്കറ്റില് പുതിയ മോഡലിലുള്ള ഹോക്കി സ്റ്റിക്ക് ഒക്കെ വന്നിരുന്നു. മരങ്ങളില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് എങ്ങനെയാണ് കളിക്കുന്നത്? കന്നാസാറേ, ദേ അടുത്ത സ്റ്റിക്കും കിട്ടി. ഇനി ഞങ്ങൾ പോയി കളിക്കട്ടെ. സാറ് ബാങ്കിലോട്ട് പോയിക്കോ. അല്ല നിക്ക്, എന്റെ അങ്കിൾ വളർത്തുന്ന നായയാണ് ബ്രൂണോ. എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ തന്നെ ഓടിക്കുവാണോ? അടികൈ. അല്ല, നിങ്ങളുടെ പ്രതിമ എവിടെയാണ്? ദാ ഇതാണ് എന്റെ പ്രതിമ. കിറ്റിയുടെ ദേഷ്യം കണ്ടിട്ട് ട്രാഫിക് സിഗ്നലിന്റെ റെഡ് ലൈറ്റ് ആയിരിക്കും ഓർമ്മ വരുന്നത്. നിങ്ങളുടെ പ്രതിമയ്ക്ക് ഞാൻ 2 പൂജ്യം നൽകും. അതിന് മുന്നിൽ ഞാൻ ഒരു 1 ചേർക്കും. 100 പോയിന്റ്സ്. സത്യമായിട്ടും ഓഹോ, നിങ്ങൾ പ്രകൃതിയുടെ ഭംഗിക്ക് ഒരു പുതിയ രൂപം നൽകിയിരിക്കുകയാണ്. I am impressed. നിങ്ങൾ വേറിട്ട് ചിന്തിച്ചാണ് ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോമ്പറ്റീഷനിലെ വിന്നറാണ് കിറ്റി. നിങ്ങൾ 4 പേരും ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷെ എനിക്കതിലൂടെ നന്മ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഈ തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാട്ടിലിപ്പോൾ കൊറോണ നന്നായിട്ട് പെരുകിയിട്ടുണ്ട്. കിറ്റി, ഇവർ ചെയ്ത തെറ്റുകളിലും ശരികളും ഉണ്ടാകാറുണ്ട്. അടികൈ. ഇങ്ങോട്ട് നോക്ക്. ഇത് ഞങ്ങളുടേതാണ്. മാത്രമല്ല നിങ്ങൾ ഇവിടുത്തെ വെയിറ്റേഴ്സും ആണ്. എന്റെ മൊത്തം നീക്ക് സോസ് ഒഴിച്ചല്ലേ. ഇനി നിങ്ങൾ രണ്ടുപേരും ഞാൻ ബർഗർ ആക്കാണ്ട് വിടൂല. സോസ് ഒഴിച്ചപ്പോ യുവമാർക്ക് ഇവിടെ കൂടുതൽ വൃത്തികേടായി കിട്ടി. സംശയമുണ്ടോ? ഭാഗ്യത്തിന് ഈ ഗ്ലാസ് പൊട്ടിയില്ല. അത് കുഴപ്പമില്ല, പൊട്ടിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ.
കൂട്ടുകാരെ വെൽക്കം ടു കോപ്പട്ട തോത്താറാം വില്ലേജ്. എടാ ബോലാറാമേ, നിനക്ക് സുഖമാണോ? ബോലാറാം, നീ പറഞ്ഞത് ഗ്രാമത്തിലുള്ളവർ അപകടത്തിലാണെന്നല്ലേ? പക്ഷെ നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. സംശയമുണ്ടോ? ഹലോ ഫ്രണ്ട്സ്. കൂട്ടുകാരെ ഇതെന്തോ തത്തയാ? ഇതിന്റെ ഒരു സൈഡിലെ ചിറകുള്ളല്ലോ. ഓലാബായി, ഇത് പുതിയ സ്റ്റൈലാണല്ലോ. ഒരു വശത്ത് ചിറകുണ്ട്, മറുവശത്ത് ചിറകില്ല. എടോ, ഇത് സ്റ്റൈലൊന്നും അല്ല. ഒരു ഭാഗത്തെ ചിറകല്ല, ചിറക് തക്കപ്പറ്റ ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങളുടെ നിറമെല്ലാം പോയേ. അയ്യോ. ചേട്ടാ, ചേട്ടന്റെ ഗ്രാമത്തിലെ തത്തകളുടെ എല്ലാം തൂവല് പോയല്ലോ. നിങ്ങളെ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അതെ, വിചിത്രമാണ്. ഞങ്ങളെ ചിറക് തങ്കപ്പനാണ് ഇങ്ങനെ വിചിത്രമാക്കി മാറ്റിയത്. ഈ ചിറക് തങ്കപ്പൻ ആരാ? അത് മഞ്ചലാലിന്റെ മോനാണ്, ചോച്ചുറാമിന്റെ കൊച്ചുമോൻ. ഇതിപ്പോ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. നിങ്ങൾക്ക് ഇത് തമാശയായിട്ടാണോ തോന്നുന്നത്? അവൻ തൂവൽ വെച്ച് തൊപ്പിയും കോട്ടും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. എല്ലാ തൂവലും പോയേ. മനസ്സിലായി. അയാളുടെ കമ്പനിയുടെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് മൊത്തത്തിൽ ഇവരുടെ തൂവലും പോയി, എല്ലാവരുടെ നിറവും പോയി. അങ്ങനെയല്ല, ഇവൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ തൂവല് കൊണ്ടാണ്. ഈ ഗ്രാമം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അവന്റെ ആളുകൾ വന്നാൽ ഉടനെ തന്നെ എല്ലാ തൂവലുകളും പറിച്ചെടുത്തോണ്ട് പോവും. ഞങ്ങളുടെ നിറമെല്ലാം അങ്ങനെയാ പോയത്. എല്ലാരും എവിടെ പോയി? കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരാ? മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആരാന്ന് നിന്റെ കിളി പോകുമ്പോ മനസ്സിലായിക്കൊള്ളും. ആ, എന്നാൽ ഇന്ന് തത്തകളോടൊപ്പം നിങ്ങളുടെ പപ്പും പൂടെയും ഞാൻ പറിച്ചെടുക്കും. എന്നാ പിന്നെ ഞാൻ തരാം. ആദ്യം എന്റെ ചെറുക്കനെ പറിച്ചെടുത്തോ നീയൊക്കെ. എടാ പീറപ്പൂച്ചേ, എന്റെ അടുത്താണോ നിന്റെ കളി? അടിക്കവുമാരെ. എടാ മരമണ്ടന്മാരെ, എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? നേരെ നിക്ക്, എന്നിട്ട് അടിക്ക. ഹല്ല ഗുല്ല വില്ല. കൂട്ടുകാരെ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അഡ്രസ് കൃത്യമായിട്ട് അറിയാത്തോണ്ടാ ഈ പാറ്റകൾ നമ്മുടെ വീട്ടിലേക്ക് അബദ്ധത്തിൽ വന്നത്. പക്ഷെ ഇവര് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എന്തിനാ വന്നത്? ഹലോ ബണ്ണി, സണ്ണി എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ 2 ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ഞാനും ഖന്നാസാറും സണ്ണിയുടെ വീട്ടിലേക്ക് പോവാണ്. സണ്ണി നമ്മുടെ പാർട്ടി കൊളവാക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. നാട്ടുകാർ മുഴുവൻ തണുത്ത് വിറച്ചിരിക്കുമ്പോ അവന് നമ്മളോട് അസൂയ മുന്ന് ചൂടായിരിക്കും. ഐഡിയ. ഹലോ പാറ്റ ബ്രദേഴ്സ്, നിങ്ങളുടെ പാസതേ താഴെ വീണു. ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ദാ പിടിച്ചോ. ഇപ്പൊ എല്ലാം വ്യക്തമാണ്. അല്ല ഗുല്ല വില്ല. അതിന്റെ അർത്ഥം നമ്മൾ വന്നിരിക്കുന്ന ഈ വില്ല ഇത് ഇവരുടെ വില്ലയാണ്. മാത്രമല്ല നമുക്ക് പോവേണ്ട വില്ല അത് തൊട്ടടുത്തുള്ളതാണ്. വളരെ രമേശ്, നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് പോകാം. ഈ പ്രാവശ്യം അഡ്രസ് വ്യക്തമായിട്ട് വായിച്ചു നോക്കിട്ട് വേണം പോവാൻ. കൃത്യമായിട്ട് ആ അഡ്രസ്സിൽ തന്നെ പോണേ. ആ ടേക്ക് ബംഗ്ലാ 22/24 നീല കളറിലുള്ള വീട്. ആഹാ, കിറ്റി കന്ന സാർ ഇപ്പോഴിങ്ങെത്തും. നീ കണ്ടോ എന്റെ ബുദ്ധി? യൗമാര് തത്തയെ രക്ഷിക്കാനല്ലേ വന്നത്, ഇപ്പതാ സ്വയം തത്തയായി. നീയൊക്കെ തത്തകളെ കളിയാക്കുവല്ലടാ തോത്താറാമേ. തത്തകളെ കൊണ്ടും ഇവന്മാരുടെ ഒക്കെ കിളി പറത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. സംശയമുണ്ടോ?
ചേട്ടാ ചേട്ടൻ എന്തായി ചെയ്തത്? ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരൂടാ തങ്കപ്പ. നിങ്ങൾ എന്താ വിചാരിച്ചത് എന്റെ അടുത്തത് അത്ര എളുപ്പമാണെന്നോ? ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സ് ചെറുതാകും, പപ്പടം പോലെ പൊടിയും നീ. കിലി, 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 കിലി. അതെന്തായാലും കലക്കി ബോസ്. അവന്മാര് കുടുങ്ങി ബോസ്. ഞങ്ങൾ അനങ്ങിക്കഴിഞ്ഞ ബോക്സ് ചെറുതാവുന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ അനങ്ങാതെ തന്നെ ഞാൻ മുമ്പോട്ട് പോകുന്ന കണ്ടോ നിങ്ങളെ? കുഴപ്പമില്ലല്ലോ തോത്തറമേ. അനി നീ അണങ്ങി പോരുത്. നീ ഇങ്ങനെ സംസാരിച്ച് എന്നെ കൊലക്കി കൊടുക്കരുത്. നമ്മൾ പറഞ്ഞിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണം കൊള്ളാം. ഇതുപോലെയെല്ലാം വെറൈറ്റി ആയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്റെ ചേട്ടാ, നമ്മളെ വെൽക്കം ചെയ്യാൻ ഫീൽഡിൽ വെയിറ്റർ വെയിറ്റിംഗാ. ചെല്ലേ, ചെന്നെന്റെ റൂം വൃത്തികേടാക്കി റെഡിയാക്കി വെക്കേ. എന്തോന്ന് വെയിറ്ററോ? ഞങ്ങളെ കണ്ടിട്ട് വെയിറ്റർ ആയിട്ട് തോന്നുന്നോ? അയ്യോ, ഇവരോട് ക്ഷമിച്ചേക്ക്. സത്യത്തിൽ ഒരു വാച്ച്മാനും വെയിറ്ററും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ആരാണ് നിങ്ങളൊക്കെ? റോഡിന്റെ നീളം കൂടിയതുപോലെയാണല്ലോ നിങ്ങളുടെ നാക്കിന്റെ നീളവും കൂടിയിരിക്കുന്നത്. ചേട്ടാ, എന്റെ പേരാ വേസ്റ്റ് രമേഷ്, അതും ഡബ്ല്യു ഇല്ലാതെ. അല്ലെങ്കിൽ രമേഷിന് ഡബ്ല്യു ഇല്ലല്ലോ. അയ്യോ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഡബ്ല്യു ഇല്ലെന്ന്. ഞങ്ങൾ കാണ നഗറിൽ നിന്ന് ഹോളിഡേ ആഘോഷിക്കാൻ ഈ വില്ലിൽ വന്നതാണ്. വെയിറ്റേഴ്സ് ആയ നിങ്ങൾ ഞങ്ങളെ നന്നായി നോക്കിക്കോണേ. പിന്നൊരു കാര്യം, ഞാൻ പിസ്സ രസഗുള കഴിക്കാറില്ല. അതിന് രസഗുളം കൊണ്ടാരും പിസ്സ ഉണ്ടാക്കാറില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കഴിക്കാറില്ലെന്ന്. ഞങ്ങളെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ വെയിറ്റർ എന്ന് വിളിക്കുന്നോടാ. ഈ വൃത്തികെട്ട പാറ്റകളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. ഇവന്മാര് പറഞ്ഞ കേക്കില്ല, തല്ലി പുറത്താക്കേണ്ടി വരും. ആഹാ, ഈ വെയിറ്റർ എത്ര കഠിനാധ്വാനിയാണ്. ഓടി നടന്നല്ലേ ജോലികളെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്തിനാണ് ഇത്ര ദേഷ്യം? മാത്രമല്ല, എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നത്? എടാ, ഓടിക്കോ. ഈ പാറ്റകളെ ഏതായാലും പിടിക്കുമല്ലോ. അതിന്റെ സന്തോഷത്തില് കുറച്ച് കേക്ക് കഴിച്ചേക്കാം. ചെല്ലത്തത്തമ്മേ, ചെല്ലത്തത്തമ്മേ, തത്തകളുടെ കൂടെ കൂടി നിനക്കും ചിറക് മുളച്ചല്ലോ. അതും വെച്ച് പറന്നാണോ വന്നത്? ഞങ്ങൾ ഒരുപാട് നാണം കെടുത്തിയിരിക്കുകയാണ്. എന്റെ അമ്മച്ചിയാണ് സത്യം. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. അല്ലെങ്കിൽ തന്നെ നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ കയ്യിൽ നിന്ന് പറന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ തത്തകൾക്ക് ഇത്ര ധൈര്യമോ? തത്തകൾ മാത്രമല്ല, അവിടെ ഡോഗിയും പൂച്ചകളും ഉണ്ട്. മൊത്തത്തിൽ 6 പേരുണ്ട് ബോസ്. അപ്പൊ നിന്നെ അവർ തോൽപ്പിച്ചു. ആ പീറ പൂച്ചകളും ഡോഗും നിന്നെ പറവറപ്പിച്ചു അല്ലേ? ബോസ്, അവർ വളരെ ശക്തരാണ്. എന്നെ കളിയാക്കി ചിരിക്കുകയാണോ? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പൂച്ചകളുടെ ഡോഗിന്റെ കയ്യിൽ നിന്ന് അടി മാറ്റോണ്ട് വന്നിരിക്കുകയല്ലേ നീ? പറഞ്ഞ് ഞാൻ അവന്മാരോട് പകരം വീട്ടും. പകരം ചോദിക്കുന്നതൊക്കെ പിന്നെ. ആദ്യം പോയി ഡ്രസ് മാറും. തൂവലും വെച്ച് വന്നിരിക്കാവൻ. അവന്മാരുടെ കാര്യം ഈ ഞാൻ ഏറ്റോ. അതെ ബോസ്, അവന്മാരം കാണും വന്നു കഴിഞ്ഞാൽ പിന്നെ ബോസിന്റെ പൊടി പോലും കാണില്ല. ആ വടക്ക് സത്രങ്കി പിന്നിപ്പോകരുത്. ഇത് ഫാക്ടറി അല്ല, എന്റെ ബംഗ്ലാവാണ്, ബംഗ്ലാവ്. സത്രങ്കി, ആദ്യം അവന്മാരെന്റെ മുമ്പിലോട്ട് വരട്ടെ. എടാ ചിറക് തങ്കപ്പ, പുറത്തോട്ട് വാടാ. ചിറക് തങ്കപ്പനെ ഇടിക്കാൻ പോകുന്നത് നീയാണോ? അല്ല, ഞാൻ കമന്ററി പറഞ്ഞതാ. ഇടി കൊടുക്കുന്ന ചേട്ടനാ. സോർദാറെ, ആ റിമോട്ട് വേഗം ക്യാച്ച് ചെയ്യേ.
എടാ തങ്കപ്പ, ബോക്സ് പറന്നുപോയി. ഇനി നിന്നെ ഞാൻ പറപ്പിക്കാം. നോക്കി നിൽക്കാതെ പോയി അടിക്കടാ. നന്നായി പറന്നടിക്ക്. വേഗമാകട്ടെ. അപ്പൊ നീ പറന്നു പോകാൻ റെഡിയാണോ തങ്കപ്പ? സ്വന്തം ബോസിന് ഓർഡർ അനുസരിക്കില്ലേ നീ? എന്തോ നോടാ. നിന്റെ ബോസ് പറഞ്ഞ കേട്ടില്ലായിരുന്നോ? കിളികളെ പോലെ പറന്ന് പറന്ന് അടിക്കണമെന്നല്ലേ പറഞ്ഞത്? ആദ്യം ഒന്ന് പറന്ന് കാണിച്ചേ. കണ്ടോ കൂട്ടുകാരെ, വൈകിട്ടത്തെ ക്ലേ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദാ നോക്കിയേ, ഇത് കുതിരയുടെ സ്റ്റാച്യു, ഇത് പുലിയുടെ സ്റ്റാച്യു, ഇത് കുരങ്ങന്റെ സ്റ്റാച്യു. ദാ ഇത് ഹണിയുടെ സ്റ്റാച്യു. പക്ഷെ ഹണിയുടെ സ്റ്റാച്യു ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ലല്ലോ. കിറ്റി, സൂക്ഷിച്ചു നോക്ക്. ഇതൊരു കഴുതയുടെ സ്റ്റാച്യു ആണ്. സംശയമുണ്ടോ? ഓ, പിന്നെ ഇതെന്റെ മാസ്റ്റർ പീസാ. ഓ, അയ്യോ കൂട്ടുകാരെ, ദേ നമ്മുടെ കന്നാസാറും കളിമണ്ണിൽ വീണ്. വേഗം അദ്ദേഹത്തിന് പുറത്തെടുക്ക്, വേഗോട്ടെ. അയ്യോ അല്ലല്ല, ഖന്നാസാർ കളിമണ്ണിലൊന്നും വീണിട്ടില്ല. ഇത് ഖന്നാസാറിന്റെ സ്റ്റാച്യുയാ.